2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശീലകൻ മിഖായൽ സാറയുമായി വേർപിരിഞ്ഞ മഞ്ഞപ്പട മലയാളി കൂടിയായ ടി.ജി. പുരുഷോത്തമനെ ടീമിന്റെ ഇടക്കാല പരിശീലകനായി നിയമിച്ചിരുന്നു. എന്നാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ടി.ജി. പുരുഷോത്തമന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ടീമിന്റെ അഴിച്ചുപണിയുടെ ഭാഗമായി 2024-25 സീസൺ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിന്നും നിലവിലെ സ്ക്വാഡുമായി താരതമ്യം ചെയ്താൽ അടിമുടി മാറ്റമാണ് ടീമിലുണ്ടായത്. സീസണിന്റെ തുടക്കത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡും നിലവിലെ സ്ക്വാഡും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ സീസണിൽ ജനുവരിയിൽ 9 താരങ്ങളെ ടീമിൽ നിന്ന് വിട്ടയച്ച മഞ്ഞപ്പട 3 താരങ്ങളെയാണ് പുതുതായി നിയമിച്ചത്. അതിൽ മലയാളി സൂപ്പർ താരം രാഹുൽ KP ആണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട പ്രധാന താരം. മഞ്ഞപ്പടയുടെ അവിഭാജ്യ ഘടകമായിരുന്ന രാഹുൽ ഒഡീഷ FC-യിലേക്കാണ് ചേക്കേറിയത്. ടീമിന്റെ ഇന്ത്യൻ പ്രതിരോധ താരം പ്രിതം കോട്ടാൽ ക്ലബ്ബ് വിടുന്നതും കഴിഞ്ഞ മാസം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടു. ഈ സീസണിൽ ടീമിലെത്തിയ ഫ്രഞ്ച് താരം അലസാന്ദ്രെ കോയഫിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കിയതാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ആരാധകരെ ഏറ്റവും അധികം അമ്പരിപ്പിച്ചത്. പ്രതിരോധ താരമായ കോയഫ് കേരള ബ്ലാസ്റ്റേഴ്സിനായി 14 മത്സരങ്ങൾ കളിച്ച ശേഷമാണ് ക്ലബ്ബ് വിട്ടത്. ഓസ്ട്രേലിയൻ മുന്നേറ്റ താരം ജോഷുവ സ്റ്റിരിയോയുമായുള്ള ബന്ധവും പരസ്പര ധാരണയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചു. 2023-24 സീസണ് മുന്നോടിയായാണ് അദ്ദേഹം മഞ്ഞപ്പടയിലെത്തിയത്. എന്നാൽ പരിക്കുകളെ തുടർന്ന് ടീമിനായി അരങ്ങേറ്റം കുറിക്കാൻ പോലും താരത്തിനായിരുന്നില്ല. ഗോൾ കീപ്പർ സോംകുമാറും ടീം വിട്ടു. മലയാളി താരം ബിജോയ് വർഗീസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഐ-ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്ക് ചേക്കേറി. 3 കളിക്കാരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ കളിക്കാൻ മറ്റു ക്ലബ്ബുകളിലേക്ക് അയച്ചത്. സൗരവ് മണ്ഡൽ ഐ-ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയിലേക്കും ബ്രൈസ് മിറാണ്ട ഇന്റർ കാശിയിലേക്കും പോയപ്പോൾ പ്രബീർ ദാസ് എത്തിയത് മുംബൈ സിറ്റി FC-യിലേക്കാണ്. 3 കളിക്കാരെയാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവന്നത്. ദുസാൻ ലഗാറ്റോറയാണ് ഇതിലെ പ്രധാനി. മോണ്ടിനെഗ്രോ താരമായ അദ്ദേഹവുമായി 2026 മെയ് അവസാനം വരെ നീളുന്ന കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പുവെച്ചത്. ചെന്നൈ FC-യിൽ നിന്ന് യുവതാരം വികാസ് യംനമിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചി. യുവ പ്രതിരോധ താരവുമായി 2029 മെയ് അവസാനം വരെ നീളുന്ന കരാറാണ് വികാസ് ഒപ്പുവെച്ചത്. ഒഡീഷ FC-യിൽ നിന്ന് ഗോൾ കീപ്പർ കമൽജിത് സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്.